Good afternoon. 18 പേരല്ലേ ആയുള്ളൂ. എനിവേ നോക്കുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ടോപ്പിക്ക് EMS ആയിരുന്നു, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെ. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സിന്റെ അണ്ടറിലായിരുന്നു അടുത്ത സെക്ഷൻ ഉണ്ടായിരുന്നത് ISO. അപ്പൊ ISO അത് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ISO സ്റ്റാൻഡേർഡ് ആയിരുന്നു ISO 14001. അതിന്റെ ലേറ്റസ്റ്റ് ഫ്രെയിംവർക്ക് 2015 ഫ്രെയിംവർക്ക് ആയിരുന്നു കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എല്ലാവരും എൻ്റർ ആയോ? ഓഡിബിൾ അല്ലേ? മിസ് ഓഡിയബിൾ. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് LCA, അതായത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ആർക്കെങ്കിലും എൻട്രി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഹലോ, ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണല്ലോ? വിസിബിൾ അല്ല, ഓഡിയബിളാ. വിസിബിൾ അല്ല. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് LCA, അതായത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. അപ്പം ആദ്യം നമ്മൾ തേർഡ് മൊഡ്യൂളിൽ EMS പഠിച്ചു, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു. അതിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാൻഡേർഡ് ആയിരുന്നു ISO അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഓർഗനൈസേഷൻ അതിൽ ISO 14001 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിരുന്നു എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ സസ്റ്റൈനബിലിറ്റി ആയതുകൊണ്ട് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞു. അതിന്റെ 2015 എഡിഷൻ, 2015 ഫ്രെയിംവർക്ക് ആയിരുന്നു. അതിൽ തന്നെ ഈ EMSന്റെ അണ്ടറിലുള്ളത് അടുത്ത ടോപ്പിക്കാണ് LCA, അതായത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഓക്കെ, ഓർ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്നും പറയും. Then അതിന്റെ ഡെഫിനിഷൻ ആണ് വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. Life cycle analysis is the technique which is used to analyze the environmental impacts which are an outcome of the processes involved in the life cycle of a particular product. അതായത് ലൈഫ് സൈക്കിൾ അനാലിസിസ് LCA എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലോ ഓർഗനൈസേഷനിലോ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ്, ആ പ്രൊഡക്റ്റ് ഉണ്ടായത് മുതൽ അതിന്റെ ലൈഫ് തീരുന്നത് വരെയുള്ള അതിന്റെ ലൈഫ് തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. ആ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മളെ എൻവയോൺമെന്റിൽ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബാഡ് ഇമ്പാക്റ്റ് ആയാലും
പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയാലും ആ ഒരു പ്രൊഡക്റ്റ് കാരണം നമ്മുടെ എൻവയോൺമെന്റിൽ ഏതൊക്കെ തരത്തിൽ അതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് LCA. ക്ലിയർ? ലൈഫ് സൈക്കിൾ അനാലിസിസ് ഇസ് ദി ടെക്നിക് which is used to analyze the environmental impacts which are an outcome of the processes involved in the life cycle of a particular product. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് അതിന്റെ ലൈഫ് സൈക്കിളിൽ മൊത്തം ആ പ്രൊഡക്റ്റ് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾസോ നോൺ ആസ് ക്രാഡിൽ ടു ഗ്രേവ് ഓർ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറഞ്ഞാൽ, ക്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം? ക്രാഡിൽ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ, തൊട്ടിൽ മുതൽ ഗ്രേവ്, ഗ്രേവ് എന്ന് ഉദ്ദേശിക്കുന്നത് കുഴിമാടം. തൊട്ടിൽ മുതൽ കുഴിമാടം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെ. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ആ പ്രൊഡക്റ്റ് നാമാവശേഷമാവുന്ന, ഇല്ലാതാവുന്ന ആ സ്റ്റേജ് വരെയുള്ള അതിന്റെ ലൈഫ് അനലൈസ് ചെയ്യാം. ഓക്കെ, ആ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്കിനാണ് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓർ ലൈഫ് സൈക്കിൾ അനാലിസിസ്, അതായത് LCA. Then life cycle analysis, also known as life cycle assessment, this is a primary tool used to support decision making for sustainable development. ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അല്ലേ? According to US Environmental Protection Agency, LCA is a tool to evaluate the potential environmental impacts of a product, material, process or activity. എൻവയോൺമെന്റൽ, ആ പ്രൊഡക്റ്റ് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യാം. ആ ടെക്നിക്കിനാണ് പറയുന്നത് ലൈഫ് സൈക്കിൾ അനാലിസിസ് ഓർ LCA. The procedures of LCA are part of ISO 14000 Environmental Management Standard developed by ISO. പറഞ്ഞു, ഈ LCA എന്ന് പറയുന്ന ഈ ഒരു അനാലിസിസ് വരുന്നത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡിന്റെ അണ്ടറിലാണ്. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതിൻ്റെ അണ്ടറിലാണ് ഈ LCA എന്ന് പറയുന്ന അനാലിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. Then ISO defined LCA as Internationalized Standardized Organization defined LCA. ലൈഫ് സൈക്കിൾ അനാലിസിസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. That is a technique for assessing the environmental aspects and potential impacts associated with the product by compiling an inventory of relevant inputs and outputs of a product system and evaluating the potential environmental impacts associated with those inputs and outputs and interpret the result of inventory analysis and impact assessment phases in relation to the objective of the study. അപ്പോൾ ISO ഡിഫൈൻ ചെയ്തതെന്ന് പറയുന്നത് സെയിം തന്നെ, പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് ഒരുപാട് ഇൻപുട്സ് നമ്മൾ കൊടുക്കണം അല്ലേ? ഇൻപുട്സ് കൊടുക്കണം. ഇൻപുട്ട് അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും ഇൻപുട്ട്. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ മാത്രമല്ല, റോ മെറ്റീരിയലിന് പുറമെ വാട്ടർ, എയർ ഇതൊക്കെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സും ബൈ പ്രൊഡക്ട്സും ഒക്കെ വരും. ഈ ഔട്ട്പുട്ട്സും ബൈ പ്രൊഡക്ട്സും ഒക്കെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എത്രമാത്രം ഉണ്ട് അതൊക്കെ ലാസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഇന്റർപ്രറ്റ് ചെയ്യാം. അതാണ് ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ പ്രൊസീജിയർ. എ ടെക്നിക് ഫോർ assessing the environmental aspects and potential impacts associated with the product by compiling an inventory of relevant inputs and outputs of a product system and evaluate the potential environmental ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് evaluate ചെയ്യുക, associated with those inputs and outputs and interpret ചെയ്യുക. ലാസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഇന്റർപ്രറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദി ഇൻവെന്ററി അനാലിസിസ് ആൻഡ് ഇമ്പാക്ട് അസസ്മെന്റ് phases in relation to the objective of the study. Okay, audible അല്ലേ? ഹലോ, audible ആണോ? Okay. Then stages of product life cycle. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്.
LCA is an approach that covers the whole life cycle of a product or service, usually from cradle to grave. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത് അത് ഒരു പ്രൊഡക്റ്റിന്റെ ഹോൾ ലൈഫ് സൈക്കിൾ അനലൈസ് ചെയ്യും അല്ലെ. LCA എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ ഹോൾ ലൈഫ് സ്റ്റാർട്ടിങ് ടു ക്രാഡിൽ ടു ഗ്രേവ്, സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആ പ്രൊഡക്റ്റ് അവസാനിക്കുന്നത് വരെ, ആ പ്രൊഡക്റ്റ് ഇല്ലാതാവുന്നത് വരെയുള്ള അതിന്റെ എല്ലാ ലൈഫും അനലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ ലൈഫ് സൈക്കിൾ അനാലിസിസ് ഇസ് an approach that covers the whole life cycle of a product or service, usually from cradle to grave, from raw material extraction to manufacturing, packaging, distribution, use and end of life. ഈ LCA എന്ന് പറഞ്ഞ ലൈഫ് സൈക്കിൾ അനാലിസിസിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അത് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ അല്ലെ. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയലിന്റെ റോ മെറ്റീരിയലിന്റെ ഉത്ഭവം മുതലുള്ള കാര്യങ്ങൾ, റോ മെറ്റീരിയൽ ടു മാനുഫാക്ചർ, ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, ദെൻ പാക്കേജിങ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, യൂസ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ്. ഒരു നമ്മൾ മാർക്കറ്റിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് മാർക്കറ്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് റോ മെറ്റീരിയൽ അവൈലബിൾ ആണ് നോക്കണം, റോ മെറ്റീരിയലിന്റെ ആക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ദെൻ മാനുഫാക്ചർ ചെയ്യണം, പാക്കേജ്, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, യൂസ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്സ് അനലൈസ് ചെയ്യണം ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, ലൈഫ് സൈക്കിൾ അനാലിസിസിൽ ഇത്രയും സ്റ്റെപ്സ് അനലൈസ് ചെയ്യണം. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ ലൈഫ് മൊത്തം അനലൈസ് ചെയ്യാനുള്ള ആ ടെക്നിക്കാണ് LCA എന്ന് പറയുന്നത്. ഓക്കെ, വൈ കണ്ടക്ട് ആൻ LCA? നമ്മൾ എന്തിനാണ് ഈ LCA എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ മുന്നോട്ട് വെച്ചത്? ദർ ആർ മെനി റീസൺസ് ഫോർ യുവർ കമ്പനി ടു കണ്ടക്ട് എ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആൻഡ് വേസ്റ്റ്. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ റീസൺ എന്താണ്? ഇങ്ങനെ ഒരു LCA കണ്ടക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. എൻവയോൺമെന്റൽ ഒരു പ്രൊഡക്റ്റ് കാരണം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്, റെഡ്യൂസ് ചെയ്ത് വരാനുള്ള ഒരു വഴി. ഓക്കെ, ആൻഡ് വേസ്റ്റ്, reduce cost, focus product development, support marketing claims, improve product corporate image, and or identify appropriate performance indicators. ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ LCA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ. ടെക്നിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ബാഡ് ഇമ്പാക്ട്സ് കുറക്കുക, ആഘാതങ്ങൾ കുറക്കാൻ വേണ്ടി. റെഡ്യൂസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആൻഡ് വേസ്റ്റ്, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ദെൻ റെഡ്യൂസ് കോസ്റ്റ്, ഫോക്കസ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ആ പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. സപ്പോർട്ട് മാർക്കറ്റിംഗ്, ഇംപ്രൂവ് പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LCA എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് LCA. LCA എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആട്രിബ്യൂഷണൽ LCA ആൻഡ് സെക്കൻഡ് വൺ കോൺസിക്വൻഷ്യൽ LCA. ഓക്കെ, രണ്ട് ടൈപ്സ് LCA ഉണ്ട്, ആട്രിബ്യൂഷണൽ LCA ആൻഡ് കോൺസിക്വൻഷ്യൽ LCA. ഫസ്റ്റ് വൺ ആട്രിബ്യൂഷണൽ LCA. It seeks to establish the burden associated with the production and use of a product at a point of time. ആട്രിബ്യൂഷണൽ LCA എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ്, ഈ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഇമ്പാക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ടൈമിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ആട്രിബ്യൂഷണൽ LCA എന്ന് പറയുന്നത്. കോൺസിക്വൻഷ്യൽ LCA മീൻസ് seek to identify the environmental consequences of a decision or a proposed change in a system under study. ഒരു പ്രോഡക്റ്റ് ഉണ്ടായതിനു ശേഷം അതിന് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഈ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അനലൈസ് ചെയ്യാം. ക്ലിയർ ആണോ? ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് അനലൈസ് ചെയ്യുക. ആട്രിബ്യൂഷണൽ LCA എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആ ടൈമിൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കല്ല, പ്രൊഡക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ടൈമിൽ ഉണ്ടാകുന്ന എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ആട്രിബ്യൂഷണൽ LCA.
Then consequential LCA എന്നാൽ ആ വേർഡിൽ തന്നെയുണ്ട് മീനിങ്. സീക്ക് ടു ഐഡന്റിഫൈ ദ എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഓഫ് എ ഡിസിഷൻ ഓർ എ പ്രപ്പോസ്ഡ് ചേഞ്ച് ഇൻ എ സിസ്റ്റം അണ്ടർ സ്റ്റഡി. ഫ്യൂച്ചറിൽ ഈ പ്രൊഡക്റ്റ് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് അനലൈസ് ചെയ്യാം. ഓക്കെ, ആ അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് കോൺസിക്വൻഷ്യൽ LCA. അതായത് വേറെ ഡെഫിനേഷനാണ് attributional LCA is defined by its aim to describe the environmentally relevant physical flows to and from its life cycle and its subsystems. Consequential LCA means it is defined by its aim to describe how environmentally relevant physical flows will change in response to possible development. നിങ്ങൾക്ക് ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. Then an attributional life cycle assessment estimates what share of the global environmental burdens belong to a product. അതായത് an environmental life cycle assessment attributional life cycle assessment estimates what share of the global environmental burdens belong to a product. A consequential LCA gives an estimate of how the environmental burdens are affected by the production and use of the product. കോൺസിക്വൻഷ്യൽ LCA എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് കാരണം എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ എൻവയോൺമെന്റിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ് ഉള്ളത്, ബാഡായിട്ട് എങ്ങനെയാണ് ഇതിന്റെ ബേർഡൻസ് എങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എൻവയോൺമെന്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോൺസിക്വൻഷ്യൽ LCA gives an estimate of how the global burdens are affected by the production. ഈ പ്രൊഡക്ഷൻ കാരണം നമ്മുടെ എൻവയോൺമെന്റിൽ എങ്ങനെയൊക്കെ ബേർഡൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യൂസ് ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the distinction arose to resolve debates on what input data to use in an LCA and how to deal with allocation problems. And attributional LCA is based on average data and allocation is performed by partitioning environmental burdens of a process between the life cycle served by this process. The consequential LCA is more accurate, but attributional LCA has other advantages. Consequential LCA ആണ് കൂടുതൽ ആക്യുറേറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, റീസൺ എന്തായിരിക്കും? attributional LCA എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം, ആ ടൈമിൽ മാത്രം എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് മാത്രമാണ് അനലൈസ് ചെയ്യുന്നത് അല്ലേ, അറ്റ് എ ടൈം മാത്രമാണ്. പക്ഷെ കോൺസിക്വൻഷ്യൽ LCA ദ സെയിം വേ കോൺസിക്വൻഷ്യൽ LCA എന്താണ്, ആ ലൈഫ് സൈക്കിളിൽ മൊത്തം ആ പ്രൊഡക്റ്റിന് ഫ്യൂച്ചറിൽ കൂടി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കാരണം ഫ്യൂച്ചറിലും കൂടി നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കോൺസിക്വൻഷ്യൽ LCA ആണ് കൂടുതൽ ആക്യുറേറ്റ്. കാരണം ഈ കോൺസിക്വൻഷ്യൽ LCA എന്ന് പറയുന്ന സെക്കൻഡ് ടൈപ്പ് അനലൈസ് ചെയ്താൽ മാത്രമേ ആ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെ ഇമ്പാക്ട്സ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഒരു ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് കിട്ടുള്ളൂ അല്ലെ. ആക്യുറേറ്റ് LCA, attributional LCA എന്ന് പറയുന്നത് തീരെ ആക്യുറേറ്റ് അല്ല, അത് അറ്റ് എ ടൈം മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, the decision to make an attributional LCA or consequential LCA should ideally be taken by the LCA practitioner after discussions with the clients and possibly with other stakeholders and colleagues. ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ attributional LCA വേണോ അത് കോൺസിക്വൻഷ്യൽ LCA ആണ്, ഏത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു LCA പ്രാക്ടീഷണറായിട്ട് കൺസൾട്ട് ചെയ്യാം. അത് നമ്മൾ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ, ഓരോ പ്രൊഡക്റ്റിന് ഓരോ LCA ആയിരിക്കും നീഡായിട്ട് വരിക. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് അതിന്റെ ഒരു പ്രാക്ടീഷണറെ LCA പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. Then phases of life cycle analysis. There are 4 main phases of life cycle analysis that are goal and scope definition, inventory analysis, impact assessment, interpretation. ലൈഫ് സൈക്കിൾ അനാലിസിസിന്റെ ഫേസസ് എന്ന് പറയുന്നത് 4 ഫേസസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. 4 ഫേസസ് ഉണ്ട് ലിസ്റ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് വൺ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ, ഇൻവെന്ററി അനാലിസിസ്, ഇമ്പാക്ട് അസസ്മെന്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇന്റർപ്രിട്ടേഷൻ.
ഇത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. ജസ്റ്റ് ഒന്ന് ഫിഗറൈസ് ചെയ്തു എന്നുള്ള ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ, ലൈഫ് സൈക്കിൾ ഇൻവെന്ററി, ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ്, ദെൻ ഇന്റർപ്രിട്ടേഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾ ആൻഡ് പേർപ്പസ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. Analyzing the quality of input and output of materials during the life cycle of a product. Then quantifying the inputs and outputs. Assessing the various environmental implications. Using the information collected to improve the various processes involved in life cycle of a product. Making public policies. Achieving sustainability. Goals and purpose ആണ് പറയുന്നത് ലൈഫ് സൈക്കിൾ അനാലിസിസിന്റെ LCAയുടെ ഗോൾസ് ആൻഡ് പേർപ്പസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനലൈസിങ് ദി ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് മെറ്റീരിയൽസ് ഡ്യൂറിങ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ അതിന് ഒരുപാട് ഇൻപുട്സ് കൊടുക്കേണ്ടി വരും അല്ലെ. ഇപ്പം ഇൻപുട്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആവാം, വാട്ടർ സപ്ലൈ ആവാം, എയർ സപ്ലൈ ആവാം. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഇൻപുട്സ് കൊടുക്കേണ്ടി വരും. ആ ഇൻപുട്സിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യാം. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ഇൻപുട്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് മെറ്റീരിയൽസ് ഓഫ് എ പ്രോഡക്റ്റ്. ഈ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്സ് അനലൈസ് ചെയ്യാം അല്ലെ. നമ്മൾ ക്വാളിറ്റിയുള്ള ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ക്വാളിറ്റിയുള്ള ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അതിന്റെ കൂടെ ഒരുപാട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും അല്ലെ. ഏതൊരു ഇൻഡസ്ട്രിയിലായാലും ഏത് പ്രൊഡക്റ്റ് ആണ് ഇൻഡസ്ട്രിയിലായാലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്വാളിറ്റിയുള്ള ഇൻപുട്സ് അവൈലബിൾ ചെയ്യുക. ക്വാളിറ്റി ഉള്ള ഇൻപുട്സ് ആയിരിക്കണം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ദെൻ ക്വാണ്ടിഫൈങ് ദി ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. സെക്കൻഡ് പോയിന്റ് ആണ് ക്വാണ്ടിഫൈങ് ദി ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. എത്രമാത്രം ക്വാണ്ടിറ്റി നമ്മൾ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് നമ്മൾ നൽകണം, അത് ക്വാണ്ടിഫൈ, അത് അനലൈസ് ചെയ്യാം. ദെൻ അസസിങ് ദി വേരിയസ് എൻവയോൺമെന്റൽ ഇംപ്ലിക്കേഷൻസ്. ഈ ഇൻപുട്സ് കൊടുത്തത് കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ അതിന് എന്തൊക്കെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാം. ദെൻ യൂസിങ് ദി ഇൻഫർമേഷൻ കളക്റ്റഡ് to improve the various processes involved in life cycle of a product. Then making public policies. Making public policies എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ അച്ചീവിങ് സസ്റ്റൈനബിലിറ്റി. ഇത്രയും സ്റ്റെപ്സിലേക്കൂടി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗോൾസ് ആൻഡ് പേർപ്പസ് എന്ന് ഓർത്ത് വെക്കുക. അനലൈസിങ് ദി ക്വാളിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് മെറ്റീരിയൽസ് ഡ്യൂറിങ് ദി ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ദെൻ ക്വാണ്ടിഫൈങ് ദി ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. Assessing the various environmental implications, using the information collected to improve the various processes involved in life cycle of a product, making public policies, achieving sustainability. Then goal നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്തൊരു ഡെഫിനേഷൻ ആണ്. The goal of LCA is to compare the full range of environmental effects assignable to products and services by quantifying all inputs and outputs of material flows and assessing how these materials flows affect the environment. Okay. Then second phase ആണ് life cycle inventory analysis. ലൈഫ് സൈക്കിൾ അനാലിസിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ ആയിരുന്നു. ഗോൾ ആൻഡ് സ്കോപ്പ് അത് പറഞ്ഞു. സെക്കൻഡ് ആണ് ഇൻവെന്ററി അനാലിസിസ്. ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസിൽ ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. ഓക്കെ, ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കണം. ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് ഒരുപാട് ഇൻപുട്സ് കൊടുക്കേണ്ടി വരും അല്ലെ. ഇൻപുട്സ് എന്തൊക്കെയായിരിക്കും? റോ മെറ്റീരിയൽസ്, എനർജി, വാട്ടർ, എയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽസ്, എനർജി, വാട്ടർ, എയർ, റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്താൽ അടുത്ത് നൽകുന്ന അതിന്റെ പ്രോസസ് എന്താണ്? മെറ്റീരിയൽസ് അക്വിസിഷൻ, ഫോർമുലേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രോഡക്റ്റ് യൂസ്, then recycle products, components, materials, then waste management. ഇത്രയും സ്റ്റെപ്സിലേക്കൂടെ ആയിരിക്കും ഒരു പ്രോഡക്റ്റ് പോകുന്നത് അല്ലെ. ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ മെറ്റീരിയൽസ് അക്വിസിഷൻ, then ഫോർമുലേഷൻ, പ്രോസസ്സിംഗ്, മാനുഫാക്ചറിങ്,
പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, ദെൻ ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് റീസൈക്കിൾ ചെയ്യാം, പ്രോഡക്ട്സ് കമ്പോണൻസ് മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യുക, ദെൻ വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്രയും ഇൻപുട്സ് കൊടുത്തതിന് ശേഷം അതിന്റെ പ്രോസസ്സാണ് പറഞ്ഞത്. ഇത്രയും പ്രോസസ്സിലേക്ക് കൂടി കടന്നു പോകും. ദെൻ ലാസ്റ്റ് എന്താണ് ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ട്സ് എന്തൊക്കെയുണ്ടാവും? പ്രിൻസിപ്പൽ പ്രോഡക്ട്സ്, കോ പ്രൊഡക്ട്സ്, വാട്ടർ എഫ്ലുവൻസ്, എയർബോൺ എമിഷൻസ്, സോളിഡ് വേസ്റ്റ്, അതർ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്. എന്തൊക്കെ ഔട്ട്പുട്ട്സ് ഉണ്ടാകുന്ന പ്രിൻസിപ്പൽ പ്രോഡക്ട്സ്. പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ എയിം ചെയ്ത, ഒരു ഇൻഡസ്ട്രിയിൽ ഏത് പ്രൊഡക്റ്റ് ആണോ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാവാനാണ് എയിം ചെയ്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാവും ഔട്ട്പുട്ടായിട്ട് അല്ലെ. കോ പ്രൊഡക്ട്സ്. കോ പ്രൊഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് കോ പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല പ്രൊഡക്റ്റും ഉണ്ടാവാം. ഇപ്പം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ബിൻ അല്ലെ, ബിൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ ബിൻ ഉണ്ടാവുന്ന അല്ലെ ബോട്ടിൽ ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ ബോട്ടിലിന് പുറമെ ആ ബോട്ടിലാണ് പ്രിൻസിപ്പൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബൈ പ്രൊഡക്റ്റിന് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള പ്രൊഡക്ട്സിനാണ് കോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ടർ എഫ്ലുവൻസ്, എയർബോൺ എമിഷൻസ് ഉണ്ടാവാം, പലതരത്തിലുള്ള എമിഷൻസ് ഉണ്ടാവാം നമ്മളെ എൻവയോൺമെന്റിലേക്ക്. സോളിഡ് വേസ്റ്റ് ഉണ്ടാവാം, അതർ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മിസ്. ഇനി അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. LCAയുടെ ഒരു സെക്ഷൻ ആണ് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് എന്ന് പറയുന്നത്. A thorough procedure accounting for the environmental loss during the product's life cycle. Inventory analysis is a systematic, objective, stepwise procedure for quantifying energy, raw materials requirement, atmospheric emissions, waterborne emissions, solid waste, and other releases for entire life cycle of a product, package, process, material, or activity. അപ്പം ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് LCAനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അനാലിസിസിലുള്ളത് അല്ലെ. ഇൻവെന്ററി അനാലിസിസ് സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ഫോർ ക്വാണ്ടിഫൈങ് എനർജി, റോ മെറ്റീരിയൽ റിക്വയർമെന്റ്സ്, അറ്റ്മോസ്ഫറിക് എമിഷൻസ്, വാട്ടർബോൺ എമിഷൻസ്, സോളിഡ് വേസ്റ്റ് and other releases for the entire life cycle of a product. Then package, process, material or activity. ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് അല്ലെ. ഈ ഒരു ഫിഗറിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, പിന്നെ അതിനുശേഷം ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്നതിന്റെ പ്രോസസ്സ് അല്ലെ. ആ പ്രോസസ്സ് മൊത്തം ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ ലൈഫ് സൈക്കിൾ അനാലിസിസിനേക്കാളും കൂടുതൽ ഓരോ സ്റ്റെപ്പിലും മെറ്റീരിയൽ അക്വിസിഷൻ, ഫോർമുലേഷൻ, പ്രോസസ്സിംഗ്, മാനുഫാക്ചറിങ്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് യൂസ്, റീസൈക്കിൾ ചെയ്യുക, അതിന്റെ പ്രോഡക്ട്സ്, കോമ്പണൻസ്, മെറ്റീരിയൽസ്, വേസ്റ്റ് മാനേജ്മെന്റ്, എല്ലാ സ്റ്റെപ്പിലും ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. അപ്പോൾ ഇത് LCAനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. LCAന്റെ ഉള്ളിലുള്ള സ്റ്റെപ്പാണ് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. എന്ന് വെച്ചാൽ LCA എന്ന് പറയുന്ന പ്രൊസീജിയർ കുറച്ചും കൂടി ഈസി ആവാൻ ഈ ഒരു സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സ്റ്റെപ്പ് എന്ന് ഇൻവെന്ററി അനാലിസിസ് ഇസ് എ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ഫോർ ക്വാണ്ടിഫൈങ് എനർജി, റോ മെറ്റീരിയൽസ് റിക്വയർമെന്റ്, അറ്റ്മോസ്ഫറിക് എമിഷൻ അല്ലെ. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന എമിഷൻസ്, എന്തൊക്കെ എമിഷൻസ് ഉണ്ടാവാം അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞു. പല പ്രൊഡക്ട്സ് ഉണ്ടാവുന്ന പല ഇൻഡസ്ട്രിയിലും പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യണം. എത്രമാത്രം ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സോളിഡ് വേസ്റ്റ് എങ്ങനെയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെ ഈ ഒരു എൻറ്റയർ ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റിന്റെ എൻറ്റയർ ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്യുന്നുണ്ട് ഈ ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസിൽ. ക്ലിയർ? ലൈഫ് സൈക്കിൾ inventory analysis is a process of data collection and calculation intended to quantify the inputs and outputs of a product system. These inputs and outputs may include resources used as well as released to air, water or land. These inputs and outputs may include resources used as well as released to air, water or land. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്ന ഏതൊക്കെ ഇൻപുട്സ് ഔട്ട്പുട്സ് ഒക്കെ
എത്രമാത്രം ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ട് എത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും അനലൈസ് ചെയ്യുന്നുണ്ട് ഈ LCIL ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ്. An inventory may be conducted to aid in decision making by enabling companies or organizations to develop a baseline for a system's overall resource requirements for benchmarking efforts, identify components of the process that are good targets for resource reduction efforts, aid in the development of new products or processes that will reduce resource requirements or emissions. ഈ 3 പോയിന്റ്സ് ആണ് ഈ ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസിലെ ബേസിക് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ്. ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ്, നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എയ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഓർ പ്രോസസ്സസ് ദാറ്റ് വിൽ റെഡ്യൂസ് റിസോഴ്സ് requirements or emissions. Important point ആണ്. Then develop a baseline for a system's overall resource requirements for benchmarking efforts. Identify components of the process that are good targets for resource reduction efforts. Then third phase ആണ്, ഓർക്കുന്നുണ്ടാവുമല്ലോ ഈ ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ. തേർഡ് ഫേസ് ആണ് ഇമ്പാക്ട് അസസ്മെന്റ്. ഫോർത്ത് വൺ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഗോൾ ആൻഡ് സ്കോപ്പ് പറഞ്ഞു, ഇൻവെന്ററി അനാലിസിസ് പറഞ്ഞു, ദെൻ അടുത്തത് തേർഡ് വൺ ഇമ്പാക്ട് അസസ്മെന്റ്, ഫോർത്ത് വൺ ഇന്റർപ്രിട്ടേഷൻ. Then impact assessment. This phase is required for the evaluation of how significant the potential environmental implication is. The impact is a set of consequences on the human health, welfare of flora and fauna, and future availability of resources which attributes to the inputs and outputs of the system. ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കാരണം നമ്മളെ എൻവയോൺമെന്റിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്, അത് നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷനിൽ എത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനലൈസ് ചെയ്യുക. അതാണ് ഇമ്പാക്ട് അസസ്മെന്റ്. എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ് അസസ് ചെയ്യാം. Okay, this phase is required for the evaluation of how significant the potential environmental implication. The impact is a set of consequences on human health and welfare of flora and fauna and future availability of resources. നമ്മൾ ഹ്യൂമൻ ഹെൽത്തിന് മാത്രമല്ല, നമ്മൾ ഹ്യൂമൻ ഹെൽത്തിനും പ്ലാന്റ്സിനും ഒക്കെ ഈ നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്ത കാരണം എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാം. അതാണ് തേർഡ് ഫേസ്. Okay, last one, interpretation. It is a method to identify, quantify, check and evaluate the information collected from the LCI, Life Cycle Inventory, and LCIA, Life Cycle Impact Assessment. Interpretation phase includes the summarization of the result in the above two phases. അതായത് LCI പറഞ്ഞു ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസിന്റെയും ഇമ്പാക്ട് അസസ്മെന്റും രണ്ടും കൂടി ക്രോഡീകരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുക. അതിന്റെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുക. ഇന്റർപ്രിട്ടേഷൻ ഈസ് റിക്വയർഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദ റിസൾട്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ആക്യുറേറ്റ്ലി. ഓക്കെ, ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസും ഇമ്പാക്ട് അസസ്മെന്റും കൂടിയിട്ട് ക്രോഡീകരിച്ച് അത് രണ്ടും കൂടി സമ്മറൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുക. അതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ചെയ്യുന്നത്. It is the method to identify, quantify, check and evaluate the information collected from these two methods. Okay, LCI, Life Cycle Inventory and Life Cycle Impact Assessment. Third phase ഉം fourth phase ഉം സമ്മറൈസ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാകുക. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഇന്റർപ്രിട്ടേഷൻ. Okay, interpretation phase includes the summarization of the result in the above two phases. Then ഒരു എക്സാമ്പിൾ ആണ് പ്രോഡക്റ്റ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് എ പേപ്പർ. നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ, പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ ഒരു എക്സാമ്പിൾ ആണ്. ട്രീസ് ആർ കട്ട് ഡൗൺ ഇൻ ഫോറസ്റ്റ് ആൻഡ് കമ്പൈൻഡ് വിത്ത് റീസൈക്കിൾഡ് പേപ്പർ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രീസ്, നമ്മൾ കട്ട് ചെയ്യുന്ന ട്രീസിൽ നിന്ന് പൾപ്പ് ഉണ്ടാക്കിയിട്ടാണല്ലോ പേപ്പർ ഉണ്ടാവുന്നത്. അപ്പൊ ആ ട്രീസും നമ്മൾ യൂസ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യാൻ വെച്ച പേപ്പറും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രീസ് ആർ കട്ട് ഡൗൺ ഇൻ ഫോറസ്റ്റ് ആൻഡ് കമ്പൈൻഡ് വിത്ത് റീസൈക്കിൾ പേപ്പറുമായിട്ട്
combine ചെയ്യാം. Then second step, this mixture is converted to wood pulp and then processed into large rolls of paper. ഈ മിക്സ്ചർ വുഡ് പൾപ്പായിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് പേപ്പറിന്റെ ലാർജ് റോൾസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ റോൾസ് ഓഫ് പേപ്പർ ആർ യൂസ് ടു പ്രൊഡ്യൂസ് ദ ഡെയിലി ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ ദാറ്റ് വി ഓൾ റീഡ്. ഇങ്ങനെയുള്ള ലാർജ് റോൾസ് ഉണ്ടാക്കിയ പേപ്പർ റോൾസിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് പേപ്പേഴ്സും മാഗസീനും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Then after reading the newspaper, which are put in recycle bins or they end up in landfill sites. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും, അത് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും പേപ്പേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലാൻഡ് ഫിൽ ചെയ്യുന്നു. സം ന്യൂസ് പേപ്പേഴ്സ് ആർ ഷ്രെഡഡ് ആൻഡ് യൂസ് ടു പ്രൊഡക്റ്റ് ഗുഡ്സ് ഇൻസൈഡ് പാക്കേജസ്. കുറച്ച് പ്രൊഡക്ട്സ്, പല പ്രൊഡക്ട്സും ഗുഡ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഗുഡ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രോഡക്ട്സ് നമ്മൾ ഗുഡ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കും. അല്ലാത്ത റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്രോഡക്ട്സ്, ബാക്കിയുള്ള പേപ്പേഴ്സ് നമ്മൾ ബാക്കി വെക്കും. ഈ ന്യൂസ് പേപ്പേഴ്സ് ഫ്രം റീസൈക്കിൾ ബിൻസ് ആർ പ്രോസസ്ഡ് ബാക്ക് ഇൻ ടു പൾപ്പ്. ദെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ന്യൂ പൾപ്പ് ഫ്രം ട്രീസ് ആൻഡ് പ്രോസസ്ഡ് ഇൻ ടു ലാർജ് റോൾസ് ഓഫ് പേപ്പർ. അപ്പൊ നമ്മൾ ഈ വെക്കുന്ന റീസൈക്കിൾ ചെയ്യാൻ വെച്ച പേപ്പർ വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു സൈക്കിൾ തന്നെ പോകും. വീണ്ടും എന്ത് ചെയ്യും, ട്രീസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും വുഡ് പൾപ്പായി മാറ്റും. വുഡ് പൾപ്പ് വീണ്ടും പേപ്പർ റോൾസ് ആക്കി മാറ്റും. ആ പേപ്പർ റോൾസിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പറായിട്ടും മാഗസീനായിട്ടും നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, ഇതാണ് ഒരു പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ, ഇപ്പൊ പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് നടത്താം. ഈ പേപ്പറിന്റെ ഓരോ ആദ്യം സ്റ്റാർട്ടിങ് മുതൽ ട്രീസ് മുതൽ എൻഡ് വരെ എല്ലാ സ്റ്റേജസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അനലൈസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓർ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ LCAന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. LCA allows analysis of all steps within the life cycle of a product. ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ സ്റ്റെപ്സും അനലൈസ് ചെയ്യുന്നു. Then LCA offer valuable quantitative comparisons. Then LCA can serve an effective marketing tool when used appropriately. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള നല്ലൊരു ടൂളായിട്ട് LCA നമുക്ക് യൂസ് ചെയ്യാം. LCAs are currently becoming a hot button issue in industry and regulatory organizations alike. ഇത്രയാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജ്. ഇൻ ദ സെയിം വേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റിംഗ് എ ഫുൾ ലൈഫ് സൈക്കിൾ അനാലിസിസ് on complicated products is much easier said than done. Requires complete data which sometimes are very daunting. LCA depending on the specific product or process can be very time intensive. Lack of global standards. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. എല്ലാ പ്രോഡക്ട്സും അറ്റ് എ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ചില സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡ് ആണ് അല്ലേ. അതിന്റെ ലൈഫ് സൈക്കിൾ മൊത്തം അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഈ LCAക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ടൈമായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് എടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആയിരുന്നു. ഓക്കെ, അറ്റൻഡൻസ് എടുക്കട്ടെ. Okay, anyway, thank you all of you.